ഹലോ കൂട്ടുകാരി, ഇത് കണ്ടോ മങ്കോസ്റ്റിൻ വിളവെടുത്തു കേട്ടോ. ചെറിയ മങ്കോസ്റ്റിനാണ്, 3.5 വർഷമായപ്പോൾ കായ്ച്ചു. ഇത് കണ്ടോ, 10-12 കായ ഉണ്ടായി. ആദ്യമായിട്ടുണ്ടാകുന്നതല്ലേ. നല്ല പഴം കേട്ടോ. കൊടംപുളിയുടെ വംശത്തിൽപ്പെട്ടാണ്. കണ്ട ഇലയൊക്കെ കണ്ടോ, കൊടംപുളിയുടെ പോലെ നല്ല കട്ടിയുള്ള ഇലയാണേ. ഇതിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. കണ്ടോ, ഈ പഴം കറുത്ത് വരുമോ പഴുക്കുമ്പോഴേ. ആദ്യം ഉണ്ടായത് കണ്ട് ചെറിയ കായാന്ന് തോന്നുന്നു, ചെറിയ മരമായതുകൊണ്ട്. കണ്ടോ ഇവിടെ കണ്ടോ, ഫ്രണ്ടിൽ എത്ര അല്ലി അകത്തുണ്ടെന്ന് അറിയാവേ. ഇത് 3, 6, 1, 7 എണ്ണം ഉണ്ട്. 7 അല്ലി അകത്തുണ്ട്. ഇത് എണ്ണി നോക്കിയാൽ മതി. കണ്ടോ, അപ്പോൾ നമുക്ക് ഇത് മുറിച്ച് നോക്കുമ്പോൾ അകത്ത് 7 അല്ലി കാണും. കൊടംപുളിയുടെ അല്ലി പോലെ, നാരങ്ങയുടെ അല്ലി പോലെയൊക്കെ, കമ്പിളി നാരങ്ങയുടെ അല്ലി പോലെയൊക്കെ തോന്നും. കണ്ടോ, 7 എണ്ണം ഉണ്ട്. അപ്പം നമുക്ക് അറിയാം അകത്ത് എത്ര അല്ലിയുണ്ട്. കണ്ടെന്നോ, അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇനി കുറച്ച് കഴിയുമ്പോൾ ഞാൻ വേറൊരെണ്ണം എടുത്ത് കാണിക്കാവേ. വേറൊരെണ്ണോടെ എടുത്ത് നോക്കാം കേട്ടോ. ഇത്ര മുഴുപ്പുള്ളൂ. നിലത്താണ് നട്ടേക്കുന്നത്, റോഡ് സൈഡില്ല. അതുകൊണ്ടായിരിക്കും നേരത്തെ കായ്ച്ചത്. എല്ലാവരും പറഞ്ഞ് മങ്കോസ്റ്റി 6-7 വർഷം കൊണ്ട് കായ്ക്കുള്ളൂ. ഇവിടെ അതെ 3.5 വർഷം കൊണ്ട് മങ്കോസ്റ്റിൻ കായ്ച്ചു കൂട്ടുകാരെ. കേട്ടോ, നല്ല മുഴുത്ത കായുണ്ട്. ഇതുകൊണ്ട് പഴുത്ത് വരുന്നു. നല്ല മധുരമുണ്ട് കേട്ടോ. കൊടംപുളിയുടെ വംശത്തിൽപ്പെട്ട കൊടംപുളി പോലെ തോന്നും അകം കണ്ടാലേ. ഇല കണ്ടാലും കൊടംപുളിയുടെ ഇല പോലെ നല്ല കട്ടിയുള്ള ഇലയാണ്. അധികം വെയിലൊന്നും വേണ്ടത്. തണലുണ്ട് ഞങ്ങൾക്ക്, മറ്റു മരത്തിന് തണലുണ്ട്. എന്നിട്ടും കായ്ച്ചു കേട്ടോ. നിലത്ത് നട്ടേക്കുന്ന നല്ല വളമൊക്കെ ചേർത്ത നട്ട. കടലപ്പിണ്ണാക്ക, ചാണകപ്പൊടി, എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്കെല്ലാം കൂടി ഇളക്കിയാണ് കുഴിയിലിട്ട് നട്ടത്. എനിക്ക് തോന്നിച്ചു മണ്ണി നടുമ്പോഴായിരിക്കും പെട്ടെന്ന് കായ്ക്കുന്നതെന്ന്. ഇത് മണ്ണി നട്ടേക്കുവാണ്. കണ്ടോ, പഴുത്ത് നിൽക്കുന്നത് കണ്ടോ കൂട്ടുകാരെ. മൂന്ന് 6, 7 അല്ലി ഉണ്ട് കേട്ടോ. ഇത്രയും മുഴുപ്പുണ്ട്. ഞങ്ങളുടെ ഒക്കെ ചെറുപ്പത്തിൽ ഒരു മരത്തിൽ ഒരു കായുണ്ട്, ഇതുപോലെ പച്ച കളറ്. ഇതുപോലെ തന്നെ ഇരിക്കും. അതിന് പറയുന്ന പേര് പേഴുങ്ക. അത് തിന്നാനൊന്നും കൊള്ളത്തില്ല കേട്ടോ. കണ്ടോ, 3, 6, 7 എണ്ണം ഉണ്ട്. പൂ പോലെയുള്ള കണ്ടോ, 7 ഇതളുണ്ട്. അതുപോലെ അകത്തും 7 അല്ലികൾ കാണും. കണ്ടോ, നിങ്ങൾ കണ്ടോ കൂട്ടുകാരെ, പൂ പോലെയുള്ള. കേട്ടോ, ആദ്യമായിട്ടുണ്ടായതായാലും 10-12 എണ്ണം ഉണ്ടായിട്ടുണ്ട്. ഇവിടെയൊക്കെ പഴുത്ത് വരുന്നുണ്ട്. മങ്കോസ്റ്റി ഇങ്ങനെ കമ്പ് കട്ട് ചെയ്ത് നിർത്തുവാണെങ്കിൽ ഇങ്ങനെ പന്തലിച്ച് നിൽക്കുവേ. എന്നിട്ട് പെട്ടെന്ന് കായ്ക്കുകയും ചെയ്യും. ശീരങ്ങൾ പൊട്ടിയേ. ജൈവ സ്ലറി വളമായിട്ട് ഒഴിക്കുന്നുണ്ട്. 3 മാസം കൂടുമ്പം വളം ഇടും. നല്ല രസമുണ്ട് കാണാനല്ലേ, നല്ല ഉരുണ്ട്. ഇവിടെയും പഴുത്ത് നിൽക്കുന്നു. ഒരു കേടും ഇല്ല, അങ്ങനെ കേടൊന്നും ഉണ്ടാകുന്നില്ല. കണ്ടോ, അങ്ങപ്പുറത്തൊക്കെ നിൽക്കുന്നുണ്ട്. കമ്പിനൊക്കെ നല്ല ബലമാണ്. ചെറു തൈയാകുമ്പോൾ ഇങ്ങനെ വളർച്ച കുറവാണ്. അത് കഴിഞ്ഞ് കുറേ നാൾ കഴിയുമ്പോൾ നല്ലപോലെ വളരും. സ്റ്റെപ്പായിട്ട് വളരുവേ.
ഇത് മറ്റൊന്ന് വേറെ ഒരെണ്ണത്ത് നമുക്ക് നോക്കാവേ. ഇത്രയും മുഴുപ്പേ ഉള്ളൂ. ഈ രണ്ടല്ലി ഇങ്ങനെ ഒരുമിച്ച് ചേർന്ന് ഇരട്ടയായിട്ട് നിന്നാൽ അതുപോലെ തന്നെ പുറമേയും കാണിക്കുവേ. ഇതാണ് ഇതിൻ്റെ പ്രത്യേകത. നോക്കിയാൽ ഇത് വേറൊരെണ്ണമാണ്, മറ്റൊന്നാണ്. അത് നോക്ക്, ഇരട്ടകളെ പോലെ അടുപ്പിച്ചടുപ്പിച്ച് ഒരുമിച്ച് ചേർന്ന് നിൽക്കുന്ന അതുപോലെ അല്ലി അതുപോലെ ചേർന്ന് നിൽക്കുവേ. ഇത് പൊളക്കുമ്പം കാണാവേ. ഇത് വേറെ എണ്ണമാണ്, കണ്ടോ. 3 3 6 അല്ലേ ഉള്ളൂ. പിന്നെ 2 ചേർന്ന് നിൽപ്പുണ്ട്, അതുപോലെ അകത്തും കാണുവേ. ഇതുണ്ടോ, പൊളന്നപ്പം കണ്ടോ, 2 കണ്ടോ ചേർന്ന് ഇരട്ടകളെ പോലെ. ഇതെന്നേരം 6 ഉള്ളൂ, കണ്ടോ. അപ്പം പൊളക്കുന്നതിന് മുമ്പിലേ നമുക്ക് നോക്കാം എത്ര അല്ലികളുണ്ടെന്ന്. ഉണ്ടോ, കുടംപുളി മുറിക്കുന്ന പോലെ തന്നെയുണ്ട്. ചെറുപ്പത്തിൽ ഞങ്ങൾ താങ്ങ് കൊടുത്തായിരുന്നു, ഒരു കമ്പ് വെച്ച് കിട്ടിയേ. ഇപ്പോൾ നല്ല ബലമായി, ഇപ്പം താങ്ങൊന്നുമില്ല. ഇതാണ് ഇതിൻ്റെ ചുവട് ഭാഗം, കണ്ടോ, നിലത്ത് നട്ടേക്കുന്നു. വേനൊക്കെ കരികലയൊക്കെ ഇട്ട് പൊതിയിടും, വളമൊക്കെ ഇട്ട് കൊടുത്തിട്ടേ നല്ലപോലെ വെള്ളം ഒഴിക്കും. റോഡേ പോകുന്നതിലൊക്കെ കായ്ക്കയിലെന്ന് പറഞ്ഞു. പക്ഷേ ഇത് 3.5 വർഷമായപ്പം കായ്ച്ചു. ചിലർ പറയുന്നതൊക്കെ 6 7 വർഷം വേണം കായ്ക്കാൻ. അതുകൊണ്ട് വേറൊരു ചെറിയ ഹൈബ്രിഡിൻ്റെ മേടിച്ച് നട്ടിട്ടുണ്ട്. മധുരമുണ്ട് കേട്ടോ പഴത്തിന്, നല്ല മധുരമുണ്ട്. പക്ഷേ ഇതിനേക്കാൾ എനിക്ക് മധുരം തോന്നുന്ന റംബൂട്ടാൻ്റെ പഴത്തിനാന്ന് തോന്നുന്നു. കണ്ടോ, അവിടെ ഇവിടെയൊക്കെ ഉണ്ടാകുന്നുണ്ട്. ഇനി ഇത് ഫസ്റ്റിലെ ഉണ്ടായതുണ്ടല്ലോ, ഇനി അടുത്ത വർഷമാകുമ്പോൾ ഇതിലും മുഴുപ്പ് കാണും. ചെടി കുറേ കട വളരുമല്ലോ അന്നേരത്തേനും. ഇപ്പം 3.5 വർഷമല്ലേ ആയുള്ളൂ. അടുത്ത വർഷമോടെ ആകുമ്പം നല്ലപോലെ മുഴുപ്പുണ്ടാവും. കണ്ടോ, പഴുത്ത് വരുന്നു. താങ്ക് യു കൂട്ടുകാരെ. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെല്ലാം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇലകൾക്കൊക്കെ നല്ല കട്ടിയാണ്, കൊടംപുളിയുടെ ഇല പോലെ. ഒരു കേടും തന്നെയില്ല, കണ്ടോ. താങ്ക് യു സോ മച്ച്.